السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا وآل كل والصحابة أجمعين. ഏറ്റവും സ്നേഹാതിരനീയരായ സഹോദരി സഹോദരന്മാരെ, മാന്യ ശ്രോതാക്കളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവിധ മാനസികവും ശാരീരികവുമായ അസ്വസ്ഥതകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് പരിപൂർണമായ പരിഹാരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ചില ആളുകൾ നമുക്ക് സമൂഹത്തിൽ കാണാം, ഒരു കാര്യത്തിനും ഉന്മേഷമില്ലാതെ എപ്പോഴും അസ്വസ്ഥമായ മനസ്സുമായി ശരീരവുമായി കഴിയുന്ന ആളുകൾ. അവരുടെ മുഖത്ത് തന്നെ അത് നേലിച്ച് കാണാവുന്നതാണ്. മാനസികമായ വലിയ പ്രയാസം. മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണ് എന്നാണല്ലോ പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ അസ്വസ്ഥത അവരിൽ നേലിച്ച് കാണുന്നതാണ്. ഒരുപക്ഷെ ഇങ്ങനെ മാനസികമായ അസ്വസ്ഥത ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് ഉള്ളിൽ വല്ലാത്ത ഒരു പേടി, എന്താണ് പേടിയുടെ കാരണമെന്നും അറിയില്ല. അതുപോലെ തന്നെ ചിലപ്പോൾ ശ്വാസം മുട്ടുന്നത് പോലെ തോന്നുന്നു, നെഞ്ചിന് എന്തോ ഭാരം കയറ്റി വെച്ചതുപോലെ, അതുപോലെ തന്നെ തോളിലും എന്തോ കയറ്റി വെച്ച പോലെ ചിലപ്പോൾ തോന്നുന്നു. അതുപോലെ തന്നെ കഴുത്ത് ഞെരിക്കുന്നതായിട്ടും, കണ്ണ് പൂട്ടിക്കഴിഞ്ഞാൽ അഥവാ ഉറക്കം വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ദുസ്വപ്നങ്ങൾ കാണുകയും ചെയ്യും. ഇങ്ങനെ ദുസ്വപ്നം കാണുമ്പോൾ തന്നെ പിന്നെ അതിൻ്റെ പേരിൽ വല്ലാത്ത പേടിയും ഭയവും, പിന്നെ കൂടുതൽ അസ്വസ്ഥമായിത്തീരുന്നു. ഇങ്ങനെയുള്ള ചില ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നു. പലപ്പോഴും എന്താണ് അതിൻ്റെ കാരണമെന്നൊരാളോട് പറയാൻ പറ്റാത്ത, ഇനി പറഞ്ഞാൽ തന്നെ പെട്ടെന്ന് പരിഹാരം ലഭിക്കാത്ത രീതിയിലുള്ള പ്രയാസങ്ങൾ. ഒരു സൈക്കാട്രിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ അയാൾ പലപ്പോഴും പല മരുന്നുകളും നിർദ്ദേശിക്കുന്നു. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ നിന്ന് അവരെ എങ്ങനെ നമുക്ക് രക്ഷപ്പെടുത്താം എന്ന കാര്യമാണ് ഇന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. അത് മറ്റൊന്നുമല്ല, അൽ അലീം അൽ ഹലീം അൽ ഗനിയു തവ്വാബ് സമീഉൽ ബർ. ഈ ഇസ്മുകൾ വെള്ളരിക്കയിൽ എഴുതി ശുദ്ധമായ മണ്ണിൽ കുഴിച്ചിടുക. എന്നിട്ട് യാ അലീമു യാ ഹലീം യാ ഗനിയു യാ തവ്വാബ് യാ സമീ യാ ബർ എന്ന് 11 പ്രാവശ്യം അസ്മാഉൽ ഹുസ്ന 2 നേരം ചൊല്ലുക. ഇത് 3 ദിവസം, 7 ദിവസം, 14, 21 ഇങ്ങനെ ആവശ്യാനുസരണം ഈ പ്രയാസത്തിൽ നിന്ന് കരകയറുന്നത് വരെ ഇങ്ങനെ പതിവാക്കുകയും ചെയ്താൽ ഇതിൽ നിന്ന് അവർക്ക് പരിഹാരം ഉണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു.